കഴിഞ്ഞ 3 വർഷക്കാലമായി ലോകത്തെ ആകെ വിറപ്പിച്ച ആഗോള പ്രതിസന്ധി റഷ്യ ഉക്രൈൻ യുദ്ധം ഒടുവിൽ അവസാനിക്കുകയാണ്. വെടിയൊച്ചകളുടെ ഡ്രോണുകളുടെ ഭീകര ശബ്ദം കേൾക്കാതെ ഇനി ഉക്രൈൻ ജനതയ്ക്ക് മനസമാധാനത്തോടെ ഉറങ്ങാം. കേവലം അധിനിവേശം മാത്രമായിരുന്ന ഒരു സംഘർഷം അമേരിക്കയുടെയും റഷ്യയുടെയും ആയുധ ശേഖരത്തിന്റെ പ്രദർശനം കൂടിയാക്കി മാറ്റിയ മഹായുദ്ധമാണ് സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ അവസാനിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിർണായകമായത് ഖത്തറിന്റെ സാന്നിധ്യമായിരുന്നുവെങ്കിൽ ഇവിടെ അത് സൗദി അറേബ്യയാണ്. റഷ്യയുടെ സമ്മതത്തിനായി കാത്തിരിക്കുകയാണ് ഇന്ന് ലോകം. ആ മറുപടിയോടെ സംഘർഷത്തിന് അവസാനം കുറിക്കപ്പെടും. നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. 3 വർഷക്കാലമായി ആഗോള ജനതയെ അസ്വസ്ഥരാക്കിയിരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുകയാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനു ശേഷം മറ്റൊരു സമാധാന ഉടമ്പടി കൂടി കടന്നുവരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം വെടിനിർത്തലിന് വഴിയൊരുങ്ങുന്നു എന്ന ഏറ്റവും ശുഭകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. ഒടുവിൽ അമേരിക്ക അവതരിപ്പിച്ച 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ ഉക്രൈൻ അംഗീകരിച്ചു. അമേരിക്ക മുന്നോട്ട് വെച്ച കരാർ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ഉക്രൈൻ അറിയിച്ചതോടെയാണ് കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നത്. ഈ സാഹചര്യത്തിൽ നിർത്തിവെച്ച ഉക്രൈനുള്ള സാമ്പത്തിക സഹായം അമേരിക്ക പുനഃസ്ഥാപിക്കും. ഇന്റലിജൻസ് വിവരങ്ങൾ നിർത്തിവെച്ച അമേരിക്കൻ നടപടിയും പിൻവലിക്കും. വിഷയത്തിൽ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സൗദിയിൽ നടന്ന ചർച്ചയിലാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. വെടിനിർത്തൽ സന്നദ്ധത അറിയിച്ചെന്ന് ഉക്രൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയതോടെയാണ് അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഉക്രൈന് അടിപതറിയെന്ന് ആഗോള സമൂഹം പോലും തിരിച്ചറിയുന്നത്. യുദ്ധം അവസാനിക്കുന്നതും സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമൊക്കെ ഏറെ സന്തോഷത്തോടെയാണ് നമ്മൾ എല്ലാവരും നോക്കുന്നത്, അല്ലേ? എന്നാൽ ഇതിനു പിന്നിലെ അമേരിക്കയുടെ കുടിലത ഓർക്കുമ്പോഴാണ് ഉക്രൈനോട് വല്ലാതെ സഹതാപം തോന്നുന്നത്. റഷ്യയുമായി മികച്ച സൗഹൃദം സ്ഥാപിക്കാനും ഉക്രൈന്റെ മണ്ണിലെ ധാതു സമ്പത്തും ലക്ഷ്യം വെച്ച് അമേരിക്കയുടെ പ്രസിദ്ധനായ വ്യാപാരി ട്രംപ് മുന്നോട്ട് വെച്ച ഒരു ബിസിനസ് ഡീലായിട്ടാണ് ഈ വിഷയത്തെ ഞാൻ നോക്കിക്കാണുന്നത്. റഷ്യ കൂടി നിബന്ധനകൾ അംഗീകരിച്ചാൽ താൽക്കാലിക വെടിനിർത്തൽ പരസ്പരം അംഗീകരിച്ച് നീട്ടാമെന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. തടവുകാരുടെ കൈമാറ്റം, സിവിലിയൻ തടവുകാരുടെ മോചനം, പലായനം ചെയ്യപ്പെട്ട ഉക്രൈൻ കുട്ടികളുടെ മടങ്ങിവരവ് എന്നിവയിലെ ധാരണയും ചർച്ചയായിട്ടുണ്ട്. ചർച്ചകളിൽ യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് ഉക്രൈൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഉക്രൈനെ പ്രതിനിധീകരിച്ച് ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രി യമാർക്കിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് എന്നിവരുടെ നേതൃത്വത്തിലുമുള്ള സംഘമാണ് ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്നത്. നിലവിൽ US സൈനിക സാമ്പത്തിക സഹായത്തിന് പുറമെ റഷ്യയെ സംബന്ധിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളും അമേരിക്ക ഉക്രൈന് കൈമാറുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളായി റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഉക്രൈൻ നഗരങ്ങളിൽ വ്യാപക ആൾനാശവും മറ്റ് നാശനഷ്ടങ്ങളും വിതച്ചിട്ടുണ്ടായിരുന്നു എന്നതുകൂടി നമ്മളിവിടെ എടുത്തു പറയണം എന്ന് തോന്നുന്നു. വെടിനിർത്തൽ അംഗീകരിക്കാൻ US റഷ്യയെ പ്രേരിപ്പിക്കണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രതികരണം വന്നിട്ടുമുണ്ട്. സൗദി അറേബ്യയിൽ US ഉക്രൈൻ നയതന്ത്ര പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ച അവസാനിച്ചതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രതികരണം വന്നത്. ഉക്രൈൻ ഈ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഇതിനെ പോസിറ്റീവായി കണക്കാക്കുന്നു. വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ്. ഇതിന് സന്നദ്ധമാകാൻ അമേരിക്ക റഷ്യയെ പ്രേരിപ്പിക്കണം. റഷ്യ സമ്മതിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും. അമേരിക്കൻ പക്ഷം ഞങ്ങളുടെ വാദങ്ങളും നിർദ്ദേശങ്ങളും മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ടീമുകൾ തമ്മിലുള്ള ക്രിയാത്മക സംഭാഷണത്തിന് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത് ഇങ്ങനെയാണ്. ഉക്രൈന്റെ തീരുമാനം വന്നതോടുകൂടി ഉക്രൈനുള്ള സാമ്പത്തിക സഹായം പുനഃസ്ഥാപിക്കുമെന്ന് US അറിയിച്ചിട്ടുണ്ട്. അതായത് USന്റെ തീരുമാനങ്ങളോട് പൊരുത്തപ്പെടാത്ത ഉക്രൈനോട് ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നത് നിർത്തിവെച്ച നടപടിയും അമേരിക്ക പിൻവലിക്കും. രഹസ്യാന്വേഷണ വിവരങ്ങൾ വീണ്ടും കൈമാറാനാണ് ധാരണ. ഉക്രൈനിലെ ധാതു സമ്പത്ത് വിനിയോഗിക്കാൻ US ഉക്രൈൻ സംയുക്ത കരാറിനും തീരുമാനമായിട്ടുണ്ട്. വിഷയത്തിൽ റഷ്യൻ നിലപാട് ഇവിടെ നിർണായകമാണ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ സൗദിയിൽ വെച്ച് ഇത്തരത്തിലൊരു ചർച്ച നടക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു എതിരഭിപ്രായം ഉണ്ടാകാൻ ഒരു മാർഗവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നത്തെ അവസ്ഥകൾ നോക്കുകയാണെങ്കിൽ ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും മച്ചാവച്ച ബന്ധമാണല്ലോ. പുടിനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പഴി പോലും കേൾക്കേണ്ടി വന്ന നേതാവാണ് ട്രംപ് എന്നത് ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ അമേരിക്ക പറഞ്ഞാൽ പുടിൻ കേൾക്കാതിരിക്കാൻ ഒരു വഴിയുമില്ല. മാത്രവുമല്ല, അടുത്ത കാലത്തായി യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിന്റെ എല്ലാ പഴിയും ഉക്രൈന്റെ തലയിൽ ിട്ട് കൈ കഴുകുന്ന ട്രംപിനെയും നമ്മൾ കണ്ടതാണ്. ട്രംപിന്റെ വലങ്കൈയായ ഇലോൺ മസ്ക് ഉക്രൈൻ പ്രസിഡന്റിനെ പരാമർശിച്ച് ദ ഡെവിൾ എന്നായിരുന്നു. റഷ്യയുമായി ഒരു സമാധാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതായി ഉക്രൈൻ ഒരിക്കൽ പോലും തെളിയിച്ചിട്ടില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിൽ നടക്കുന്ന അമേരിക്കൻ ഉക്രൈൻ ചർച്ചകൾക്ക് മുന്നോടിയായി പറഞ്ഞിരുന്നത്. അമേരിക്കയുടെ ധാതു കരാറിൽ ഒപ്പുവെച്ച് അവർ തങ്ങളുടെ സമാധാന ശ്രമങ്ങളെ ഉയർത്തി കാണിക്കണമെന്നാണ് ട്രംപ് പറഞ്ഞത്. സൗദി അറേബ്യയിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ സെലൻസ്കിയെ പൂട്ടാൻ കഴിയുമെന്ന ശുഭ
പ്രതീക്ഷയോടെയായിരുന്നു ട്രംപ് സംസാരിച്ചത് അത്രയുമെന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ പുതിയ വാർത്തകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ഫെബ്രുവരി 28-ന് ധാതു കരാറിൽ ഒപ്പുവെക്കാനിരിക്കെയാണ് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് ട്രംപും സെലൻസ്കിയും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നത്. ഇതോടെ ചടങ്ങ് മാറ്റിവെച്ചു. 2022 മുതൽ അമേരിക്ക നൽകി വരുന്ന സൈനിക സാമ്പത്തിക സഹായങ്ങളിൽ സെലൻസ്കി നന്ദികെട്ടവനാണെന്നും അനാദരവോടെ പെരുമാറിയെന്നും ട്രംപ് പിന്നീട് കുറ്റപ്പെടുത്തുക പോലും ചെയ്തിട്ടുണ്ട്. നാറ്റോയുടെ കിഴക്കോട്ടുള്ള വ്യാപനം ഉൾപ്പെടെയുള്ള സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കാതെ ശാശ്വത സമാധാനം അസാധ്യമാണെന്ന് റഷ്യയും തറപ്പിച്ചു പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. ഉക്രൈൻ സർക്കാരിനോടുള്ള അനിയന്ത്രിതമായ ഔദാര്യത്തിന് അമേരിക്കയ്ക്ക് പ്രതിഫലമായി ഒന്നും ലഭിക്കാത്തതിൽ ട്രംപ് ബൈഡനെ ആവർത്തിച്ച് വിമർശിച്ചിട്ടുമുണ്ട്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സെലൻസ്കിയെ വിമർശിച്ചിട്ടുള്ള ട്രംപിന്റെ പ്രസ്താവന വന്നത്. സെലൻസ്കിക്ക് $350 ബില്യൺ നൽകിയെന്ന പ്രസ്താവനയും ട്രംപ് ആവർത്തിക്കുകയുണ്ടായി. ഉക്രൈനുമായുള്ള അമേരിക്കയുടെ രഹസ്യാന്വേഷണ പങ്കിടൽ അടുത്തിടെ നിർത്തിവെച്ചത് ഉക്രൈന്റെ പ്രതിരോധശേഷിയെ ഗുരുതരമായി ദുർബലപ്പെടുത്തിയ ഒരു നീക്കമായിരുന്നു. ഇത് ഗണ്യമായ നാശനഷ്ടങ്ങൾക്കും പ്രത്യേകിച്ച് റഷ്യയുടെ കുർസ്ക് മേഖലയിലെ അധിനിവേശ പ്രദേശത്തെ പ്രാദേശിക നഷ്ടങ്ങൾക്കും മനോവീര്യം കുറയുന്നതിനും കാരണമായി എന്നാണ് പാശ്ചാത്യ ഉക്രൈനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈം റിപ്പോർട്ട് ചെയ്തത്. ഫെബ്രുവരി 28-ന് വൈറ്റ് ഹൌസിൽ വ്ളാഡിമിർ സെലൻസ്കിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ചൂടേറിയ വാഗ്വാദത്തെ തുടർന്നായിരുന്നു ഉക്രൈനുള്ള സൈനിക സഹായവും രഹസ്യാന്വേഷണ പിന്തുണയും അമേരിക്ക മരവിപ്പിക്കുന്നത്. ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത കൂടിക്കാഴ്ചയിൽ റഷ്യയുമായുള്ള നയതന്ത്ര സാധ്യതയിൽ സെലൻസ്കി സംശയം പ്രകടിപ്പിക്കുകയും സംഘർഷത്തിന്റെ ആഘാതം അമേരിക്ക അനുഭവിക്കുമെന്ന് ട്രംപിനോടും വൈസ് പ്രസിഡന്റ് JD വാർസിനോടും പറയുകയും ചെയ്തു. ഉക്രൈനുള്ള അമേരിക്കയുടെ സഹായത്തിന് സെലൻസ്കി അനാദരവും നന്ദികെട്ടവനുമായി പെരുമാറുന്നുവെന്നും മൂന്നാം ലോക മഹായുദ്ധവുമായി ചൂതാട്ടം നടത്തുമ്പോൾ റഷ്യയുമായി സമാധാനം തേടാൻ മടിക്കുന്നതായും ട്രംപ് ആരോപിച്ചു. സമാധാന ചർച്ചകൾ നടത്താനുള്ള പ്രതിബദ്ധത ഉക്രൈൻ പ്രകടിപ്പിക്കുന്നത് വരെ സഹായം നിർത്തിവെക്കാൻ തുടരുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടെ ബ്രിട്ടനിലെ രാജാവ് ചാൾസ് മൂന്നാമനും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലും ട്രംപിന് അതൃപ്തിയുള്ളതായിട്ടാണ് വാഷിംഗ്ടണിലെ നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇംഗ്ലണ്ടിലെ ബ്രാൻഡിംഗ്ഹാമിലെ വസതിയിൽ വെച്ച് സെലൻസ്കി ചാൾസ് മൂന്നാമനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഓവൽ ഓഫീസിൽ വെച്ച് സെലൻസ്കി ട്രംപുമായി പരസ്യമായി വാക്കുതർക്കം നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്. അമേരിക്കയുടെ സഖ്യകക്ഷി എന്ന നിലയിൽ ബ്രിട്ടനിലേക്കുള്ള സെലൻസ്കിയുടെ രണ്ടാം സന്ദർശന ക്ഷണവും സെലൻസ്കിക്കൊപ്പമുള്ള ചാൾസ് മൂന്നാമന്റെ ഫോട്ടോകളും ട്രംപിനാകെ ക്ഷീണമായി മാറിയിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം സമാധാനത്തിലേക്ക് അടുക്കുന്നുവെന്ന വാർത്തകൾ വരുമ്പോഴും യുദ്ധക്കളത്തിൽ പോരുമുറുകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 3 വർഷത്തെ യുദ്ധത്തിനിടയിലെ റഷ്യക്കെതിരായ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണം നടത്തി ഉക്രൈൻ രംഗത്തെത്തിയെങ്കിലും കാര്യമായി ഒന്നുമുണ്ടായില്ല. പതിവ് പോലെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എല്ലാം മാറിയത്. റഷ്യൻ വ്യോമ പ്രതിരോധം ഒറ്റ രാത്രി കൊണ്ട് 10 റഷ്യൻ പ്രദേശങ്ങളായി 337 യുക്രൈനിയൻ ഡ്രോണുകളെയാണ് തറ പറ്റിച്ചത്. സംഘർഷം എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഉക്രൈൻ അമേരിക്കൻ നേതാക്കളുടെ പ്രധാന ചർച്ചകൾ സൗദി അറേബ്യയിൽ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ആക്രമണം ഉണ്ടായത് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ആക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആക്രമണത്തെക്കുറിച്ച് ഉക്രൈനിൽ നിന്ന് ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അതിർത്തിയിലെ കനത്ത സുരക്ഷയ്ക്കുള്ള കുർസ്ക് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത്. അവിടെ നിന്നും 126 ഡ്രോണുകളാണ് റഷ്യ വീഴ്ത്തിയത്. തലസ്ഥാനത്തിന് ചുറ്റുമുള്ള ഭരണമേഖലയായ മോസ്കോ മേഖലയിൽ 91 UAVകൾ കൂടി വെടിവെച്ചിട്ടിരുന്നു. മോസ്കോ മേയർ സെർജി സോബിയാനിൻ നഗരത്തിലേക്ക് എത്തുന്നതിന് മുന്നേ 74 ഡ്രോണുകൾ വീഴ്ത്തിയതായി അറിയിച്ചു. മോസ്കോ മേഖല ഗവർണർ ആൻഡ്രി വോറോബിയോവ് 3 മുനിസിപ്പാലിറ്റികൾ ഉണ്ടായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതിൽ ഡൊമോഡൊഡോവയിൽ ഒരു മരണവും ഉൾപ്പെടുന്നു. അമേരിക്കയുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ അന്തർലീനമായി കിടക്കുന്നതാണെങ്കിലും ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കിയ ജനതയുടെ ആവശ്യം കൂടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. ഈ വീഡിയോ എല്ലാവരിലേക്കും എത്താൻ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.